ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പയിൽ നടക്കും. രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. 25 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഉൾപ്പെടെ 3500 പ്രതിനിധികൾ സംഗമത്തിനെത്തി തുടങ്ങി. രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ച് 2 മന്ത്രിമാർ സംഗമത്തിന്റെ ഭാഗമാകും. വിവാദങ്ങൾക്കൊടുവിൽ ആഗോള അയ്യപ്പ സംഗമം ഇതാ നടക്കാൻ പോവുകയാണ്. പമ്പയിൽ ഇപ്പോൾ പ്രതിനിധികൾ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ നടപടികളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. രാവിലെ 9:30 ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും. അതിന് പിന്നാലെ തന്നെ വിവിധ സെഷനുകൾ കൂടി നടക്കും. 25 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾ ഉൾപ്പെടെ 3500ഓളം പ്രതിനിധികളാണ് സംഗമത്തിന് എത്തി തുടങ്ങിയിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത ആദ്യ 3500 പേരെ തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്തായാലും രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരുന്നു. തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് 2 മന്ത്രിമാരാണ് സംഗമത്തിന്റെ ഭാഗമാവുക. അധികം വൈകാതെ മുഖ്യമന്ത്രി അവിടേക്ക് എത്തിച്ചേരും. അതിന് ശേഷമാണ് അയ്യപ്പ സംഗമത്തിന്റെ മറ്റ് പരിപാടികളിലേക്ക്, സെഷനുകളിലേക്ക് കടക്കുക. ശബരിമലയുടെ വികസനമാണ് അയ്യപ്പ സംഗമത്തിലൂടെ പ്രധാനമായി ലക്ഷ്യമിടുന്നത്. പക്ഷേ വലിയ വിവാദങ്ങൾ ഇതിനെ ചൊല്ലി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സർക്കാരിന്റെ നീക്കമാണ് എന്നാണ് പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിൽ രാഷ്ട്രീയ ലക്ഷ്യം കാണേണ്ടതില്ല. ശബരിമലയുടെ വികസനം മാത്രമാണ് ലക്ഷ്യമെന്നാണ് സർക്കാരിന്റെ വാദം. പൊളിറ്റീഷ്യനും മന്ത്രി ഒന്നുമല്ലല്ലോ. യെസ്, നന്ദുഷ കൂടുതൽ വിവരങ്ങൾ നൽകും അവിടെ പമ്പയിൽ നിന്ന്. യെസ്, നിലയ്ക്കലിലാണ് ഇപ്പോൾ നന്ദുഷ ഉള്ളത് എന്നാണ് കരുതുന്നത്. നന്ദുഷ, എന്തായി പ്രതിനിധികൾ വലിയ രീതിയിൽ സംഗമവേദിയിലേക്ക് എത്തി തുടങ്ങിയോ? ദിവ്യ, നിലയ്ക്കലിൽ നിന്ന് പമ്പ ത്രിവേണിയിലേക്ക് ഇപ്പോൾ ഞാൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾ ഏതാണ്ട് പൂർണ്ണമായും പൂർത്തിയായിട്ടുണ്ട്. മന്ത്രിമാർ ഓരോരുത്തരായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ, ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ തന്നെ ഇവിടെ എത്തി ദേവസ്വത്തിൻ്റെ മരാമത്ത് കോംപ്ലക്സിൽ താമസിക്കുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അതെല്ലാം ഇവിടേക്ക് എത്തും. ഇവിടെ ഇപ്പോൾ പ്രത്യേക ക്ഷണിതാക്കളായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനും അതോടൊപ്പം KPMSൻ്റെ സംസ്ഥാനത്തെ നേതാവായിട്ടുള്ള പുണ്യശ്രീമാരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട് സർക്കാരിനെ പ്രതികരിച്ചിട്ടുള്ള 2 മന്ത്രിമാരാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അവരും ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഏതാണ്ട് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഏകോപനത്തോടെ കൂടി അയ്യപ്പ സംഗമം ഏതാണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ഈ കാണുന്ന വേദിക്ക് പുറമെ 2 വേദികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ വേദിയിലാണ് ഉദ്ഘാടനം നടക്കുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം ഈ വേദിയിൽ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട സെമിനാറുകളാണ് നടക്കുന്നത്. അതിനുശേഷം ഹിൽ ടോപ്പിലെ വേദിയിൽ പിൽഗ്രിം ടൂറിസം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു സെമിനാർ നടക്കും. അതിനുശേഷമായിരിക്കും ശ്രീരാമസാഗരം ഓഡിറ്റോറിയത്തിൽ വെച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ടുള്ള ക്രൗഡ് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു പ്രത്യേക സെമിനാർ നടക്കും. ഇന്നലെ ശ്രീജിത്ത് ADGP നമ്മളോട് സംസാരിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ശബരിമലയിലെ തിരക്ക് മാനേജ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. കാരണം വിവിധ തീർത്ഥാടന കാലയളവിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനാവാത്ത ഒരു സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ തവണത്തെ മണ്ഡലകാലത്തിൽ പോലും ശബരിമലയിലെ തിരക്ക് വലിയ വിവാദങ്ങൾക്കും അതിനുശേഷം സർക്കാരിനെ പോലും പ്രതിസന്ധിയിലാക്കുന്ന ഒരു വലിയ വിഷയമായി മാറിയിരുന്നു. എന്നാൽ പോലീസ് കഴിഞ്ഞ തവണ വളരെ ക്രിയാത്മകമായി ഇടപെടുകയും തിരക്ക് മാതൃകാപരമായി നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. കുറച്ചുകൂടി നവീനമായ അല്ലെങ്കിൽ നൂതന ടെക്നോളജി ഉപയോഗിച്ച് ശബരിമല തിരക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങളാകും ഈ ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറിൽ ചർച്ച ചെയ്യപ്പെടുക. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. 52ഓളം ആളുകളാണ് കഴിഞ്ഞ മണ്ഡല കാലയളവിൽ മകരവിളക്ക് കാലയളവിൽ 52ഓളം ആളുകളാണ് ശബരിമലയിലേക്ക് തീർത്ഥാടനത്തിനായി എത്തി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എത്തുന്ന ഓരോ ഭക്തൻ്റെയും ആരോഗ്യ അല്ലെങ്കിൽ അവരുടെ ശാരീരിക ക്ഷമത കൂടി AI ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള പരിശോധന. മന്ത്രിമാരും ഒക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണോ നന്ദുഷ? മുഖ്യമന്ത്രി എത്തിയോ?
മുഖ്യമന്ത്രി ഇതുവരെ വേദിയിലേക്ക് എത്തിയിട്ടില്ല. ദിവ്യ MLA-മാരും മന്ത്രിമാരും വിവിധ ദേവസ്വത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഒക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ പമ്പയിൽ ക്യാമ്പ് ചെയ്ത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രത്യേക പവലിയൻ. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തന്നെ വിവരിക്കുന്ന ഒരു പ്രത്യേക പവലിയന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആ പവലിയനിൽ ഈ എത്തുന്ന പ്രതിനിധികൾക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട ചരിത്രവും ശബരിമലയുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളെപ്പറ്റി കൃത്യമായി അറിയാൻ സാധിക്കും. ഏതായാലും ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അയ്യപ്പ സംഘത്തിന് ഇവിടെ ഈ പമ്പ മണപ്പുറത്തെ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായാലും വലിയ ഒരുക്കങ്ങൾ തന്നെയാണല്ലേ ഈ സംഗമത്തോടനുബന്ധിച്ച് അവിടെ ഒരുക്കിയിട്ടുള്ളത്. കുറേ നേരമായി ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് അവിടെ ഒരു ആർട്ടിഫിഷ്യൽ ആനയും പുലിയെയും ഒക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് പിന്നീട് മനസ്സിലായത്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ ഈ സംഗമത്തിനായി അവിടെ തയ്യാറായിട്ടുള്ളത്? അതായത് ഇന്നലെ നമ്മൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മൾ വ്യക്തമായി കാണിച്ചിരുന്നു. വിവിധ വേദികളിലായി അല്ലെങ്കിൽ പ്രത്യേക പവലികളിലായി വിവിധ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ മനോഹരമായി തന്നെ വിവിധ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് ഫ്രെയിമിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആനയുടെ ചിഹ്നം വിളി നമ്മൾ ഏറെ നേരമായി കേൾക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളിവിടെ വന്നിറങ്ങിയപ്പോൾ പോലും കരുതിയിരുന്നത് ഇനി ശരിക്കും ആന ഇവിടെ ഉണ്ടോ എന്നുള്ള രീതിയിലാണ്. പക്ഷേ വളരെ മനോഹരമായിട്ടാണ് ആന ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു റോബോട്ട് ആനയാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ ഇതിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊന്നും നമ്മൾ കരുതിയിരുന്നില്ല ഇത് ചലിക്കുന്ന അതല്ലെങ്കിൽ ഇത്രയധികം പ്രവർത്തിക്കുന്ന ഒരാനയായിരിക്കും എന്ന് നമ്മൾ കരുതിയില്ല. ഒരു നിശ്ചലമായിരിക്കുന്ന ശില്പമായിരിക്കുമെന്നാണ് കരുതിയത്. നമ്മൾ ഇന്നലെ കാണിച്ച ശബരിമലയുടെ പ്രത്യേക പവലിയനുള്ള അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പാർട്ടി ചുമതലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദാംശങ്ങൾ പ്രദർശിപ്പിക്കാനായി നിർമ്മിച്ച പ്രത്യേക പവലിയനിലും ഒരു കടുവയുടെ ശില്പം ഉണ്ടായിരുന്നു. ആ ശില്പവും ഇന്നലെ അധികം തീർത്ഥാടകർക്കുള്ളിൽ പോലും അല്ലെങ്കിൽ തീർത്ഥാടകർക്കിടയിൽ പോലും വളരെയധികം ചർച്ചയായ ഒരു ശില്പമായിരുന്നു. നിരവധി ആളുകൾ അതിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർത്തകളിൽ പോലും ഇന്നലെ സജീവമായി ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചു. അതോടൊപ്പം തന്നെ മണികണ്ഠസ്വാമിയാണ് അയ്യപ്പനാണ്. അയ്യപ്പൻ്റെ വാഹനം തീർച്ചയായും പുലിയാണ്. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രത്തിൽ കടുവയുടെ ശില്പങ്ങളാണ് കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം സിംഹത്തെയും വിവിധ വന്യമൃഗങ്ങളെയും ഒക്കെ തന്നെ ഇവിടെ നിശ്ചല ദൃശ്യങ്ങളായി ഒരുക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ തന്നെയും അതിനോടൊപ്പം തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ തന്നെ ഇന്നലെ വലിയ തിരക്കായിരുന്നു. ഇന്നലെ ഏതാണ്ട് വൈകുന്നേരം പോലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും പൂർണ്ണമായി നിർമ്മിച്ചിരുന്നില്ല. അതിൻ്റെയൊക്കെ പണികൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് ഇന്ന് രാവിലെ വന്നപ്പോൾ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഇപ്പോൾ രാവിലെ ഇവിടെ വന്നപ്പോൾ വളരെ അതിശയത്തോടെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ 43,000 ചതുരശ്ര വിസ്തൃതിയുള്ള ഈ വേദിക്ക് മുന്നിലെ ഈ സജ്ജീകരണങ്ങളൊക്കെ ഒക്കെ തന്നെ കാണാൻ വേണ്ടി മാസപൂജയ്ക്കായി എത്തുന്ന തീർത്ഥാടകരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കാര്യം നമ്മൾ രാവിലെ മുതൽ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. മാസപൂജയുമായി ബന്ധപ്പെട്ട് എത്തുന്ന തീർത്ഥാടകർക്ക് ഏതെങ്കിലും തരത്തിൽ അവരുടെ ദർശനത്തിന് അയ്യപ്പ സംഗമം ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു ചോദ്യം പല കോണുകളിൽ നിന്ന് വിമർശനമായും അല്ലെങ്കിൽ ഒരു സംശയമായും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒക്കെ ആ കാര്യത്തിൽ ഒരു വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഒരു കാരണവശാലും മാസപൂജയുമായി ബന്ധപ്പെട്ട തീർത്ഥാടനത്തെ അയ്യപ്പ സംഗമം ബാധിക്കില്ല എന്നുള്ളൊരു ഉറപ്പ് അവർ കൃത്യമായി മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾക്ക് നൽകിയിരുന്നു. അവർ പറയുന്ന വിവാദങ്ങൾക്കിടെ പലരും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രമുഖരായ ആരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്? നിലവിൽ പ്രത്യേക അതിഥികളായി ദേവസ്വം ബോർഡ് ക്ഷണിച്ചവരിൽ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തമിഴ്നാട് സർക്കാരിനെ പ്രതിനിധീകരിച്ചുള്ള 2 മന്ത്രിമാരും അതോടൊപ്പം SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും KPMSന്റെ ഭാഗമായി പുന്നല ശ്രീകുമാർ. പമ്പയിൽ നിന്ന് സംഗമ വേദിയിൽ നിന്നാണ് ഇപ്പോൾ നന്ദുഷ വിവരങ്ങൾ നൽകിയത്.